മലപ്പുറത്ത് മുഖ്യമന്ത്രി സംസാരിക്കുന്നു. തത്സമയം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പിന്നോട്ട് പോക്കിനെക്കുറിച്ച്, കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിനെക്കുറിച്ച് വല്ലാതെ ആശങ്കപ്പെട്ടവരായിരുന്നു. എന്നാൽ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടപ്പാക്കി. സർക്കാർ ആ ഘട്ടത്തിൽ പ്രഖ്യാപിച്ച 4 മിഷനുകളിൽ ഒന്നായിരുന്നു ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. ആ മിഷനുകളുടെ പ്രത്യേകത എല്ലാവരും കൂടി ഒന്നായി ചേർന്നുകൊണ്ട് നടപ്പാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി ഓരോ സ്കൂളും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കുമ്പോൾ അതൊരു സർക്കാരിൻ്റെ പരിപാടിയായിട്ട് മാത്രമല്ല ഒതുങ്ങിയത്. ഓരോ പ്രദേശത്തുമുള്ള സ്കൂളുകൾ അഭിവൃദ്ധിപ്പെടുത്തണമെന്ന് താല്പര്യമുള്ള അവിടെയുള്ള ടീച്ചർമാർ, അധ്യാപക രക്ഷാകർതൃ സമിതി, നാട്ടിൽ ഇതിൽ താല്പര്യമുള്ള വ്യക്തികൾ, മുൻപ് പഠിച്ചിറങ്ങിപ്പോയ പൂർവ്വ വിദ്യാർത്ഥികൾ, നാട്ടുകാരാകെ, തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാം കൂടി ചേർന്നുകൊണ്ടാണ് ഈ മിഷൻ പ്രവർത്തനം നടന്നത്. എന്താ അതിൻ്റെ ഫലം? ഇപ്പോൾ 2 വർഷത്തെ ഫലം നോക്കിയാൽ അതിനു മുൻപ് നമ്മുടെ സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ കൊഴിഞ്ഞുപോക്കിൻ്റെ എണ്ണം ഭീമമായിരുന്നു. എന്നാൽ കൊഴിഞ്ഞുപോക്ക് തടഞ്ഞു എന്ന് മാത്രമല്ല, ഇപ്പോൾ 2 വർഷം കഴിഞ്ഞപ്പോൾ 3,41,000 വിദ്യാർത്ഥികൾ വർദ്ധിച്ചിരിക്കുന്നു. ഇതൊരു ആശ്ചര്യകരമായ കാര്യമല്ലേ? അതേവരെ എല്ലാ വർഷവും നാം ആശങ്കപ്പെട്ടിരുന്നൊരു കാര്യത്തിന് അവസാനം കുറിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, ഒരു കുതിച്ചു ചാട്ടം വിദ്യാർത്ഥികളുടെ എണ്ണത്തിലുണ്ടായിരിക്കുന്നു. എന്തുകൊണ്ടാണത് വന്നത്? രക്ഷിതാക്കൾ, കുടുംബങ്ങൾ, വിദ്യാർത്ഥികൾ, നാട്ടുകാർ എല്ലാം പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മികവിൻ്റെ കേന്ദ്രങ്ങളായി കാണുന്നു. അവിടങ്ങളിലേക്ക് ചേർക്കാൻ, കുട്ടികളെ ചേർക്കാൻ വലിയ താല്പര്യമുയരുന്നു. അപ്പോൾ കൂട്ടായി നാം ശ്രമിക്കുമ്പോഴുണ്ടാകുന്ന മെച്ചം എത്രത്തോളമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. ഓരോന്നും പറയാൻ കഴിയും, അത്ര വിശദമായിട്ട് ഞാൻ പോകുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ ആരോഗ്യരംഗത്ത് വന്ന മാറ്റം, മിഷനുകളുടെ പ്രവർത്തനമെല്ലാം കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ് നടന്നത്. ഇപ്പോൾ കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൻ്റെ ഘട്ടത്തിൽ ഈ കൂട്ടായ്മ നല്ലതുപോലെ പ്രകടമായി. യഥാർത്ഥത്തിൽ നാട് ഒരുമയോടെയും ഐക്യത്തോടെയും മുന്നോട്ട് പോവുകയായിരുന്നു. അത് പക്ഷേ ആരും ശ്രദ്ധിക്കുന്നൊരു കാര്യമല്ലല്ലോ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം വരുന്നില്ലല്ലോ. എന്നാൽ ശ്രദ്ധിക്കപ്പെട്ടത് എപ്പോഴാണ്? പ്രളയം വന്നപ്പോൾ നമ്മുടെ നാട് നല്ല ഒരുമയോടെയും ഐക്യത്തോടെയും നീങ്ങുന്നത് സംസ്ഥാനത്തിന് പുറത്തുള്ളവർ ദേശീയ തലത്തിലും അന്താരാഷ്ട്ര തലത്തിലും ശ്രദ്ധിച്ചു. അവർക്കതൊരാശ്ചര്യമായിരുന്നു. അവർ പ്രശംസ കൊണ്ട് ചൊരിഞ്ഞു നമ്മുടെ മേലെ. നമ്മുടെ നാടിന് ഇത്തരമൊരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണ്? ഇവിടെ ഭേദചിന്തയില്ല, മനുഷ്യനെ അറകളാക്കി തിരിക്കുന്നില്ല, പ്രത്യേക ഭേദചിന്തയില്ലാതെ എല്ലാവർക്കും ഒരുമയോടെ നീങ്ങാൻ കഴിയുന്നു. അതിൻ്റെ അടിസ്ഥാനം നമ്മുടെ സംസ്ഥാനത്ത് നവോത്ഥാന കാലം തൊട്ട് നാം പടുത്തുയർത്തിയ സംസ്കാരമാണ്. ആ സംസ്കാരത്തിലാണ് നാം ഊന്നി നിൽക്കുന്നത്. ജാതിഭേദമോ മതദ്വേഷമോ ഇല്ലാതെ നമ്മളെല്ലാവരും സോദരന്മാരായി കഴിയുന്ന ഒരു മണ്ണാണിത്. അതിൻ്റെ ഭാഗമായുള്ള ഒരുമയും ഐക്യവും
ഇതാണ് പല മേഖലകളിലും നമുക്ക് വിജയം നേടാൻ വഴിവെച്ചത്. ഇതുതന്നെയാണ് ജനകീയാസൂത്രണത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായത് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. പ്രാദേശിക സർക്കാരുകൾ എന്ന നിലയിലാണ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നത്. അത്രയധികം അധികാരങ്ങളും വിഭവങ്ങളും ഈ സ്ഥാപനങ്ങൾക്കുണ്ട്. നമ്മുടെ എല്ലാ മിഷനുകളും അതുപോലുള്ള പ്രവർത്തനങ്ങളും പ്രധാനപ്പെട്ട വികസന പ്രവർത്തനങ്ങളും എല്ലാം ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ്. ചിലതിൻ്റെ പ്രധാന ചുമതല തന്നെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കാണ്. നമ്മുടെ നാട്ടിൽ പൂർണ്ണമായും അടഞ്ഞുപോയ നദികളുണ്ടായിരുന്നു, മൂടിപ്പോയ നദികളുണ്ടായിരുന്നു. വരട്ടാറടക്കമുള്ള 10 നദികളാണ് നാട്ടുകാർ പുനർജീവിപ്പിച്ചത്. സർക്കാരിൻ്റെ ഫണ്ടല്ല, നാട്ടുകാർ തന്നെ മുൻകൈയെടുത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജനപ്രതിനിധികളും എല്ലാം കൂടെയുണ്ട്. പക്ഷെ നാടിൻ്റെ പങ്കാളിത്തത്തോടെ ആ നദികളെല്ലാം പുനർജീവിപ്പിക്കാനുണ്ടായത്. വെള്ളപ്പൊക്കം വലിയ തോതിൽ ഉണ്ടായ സ്ഥലങ്ങളിലാണ് ഈ നദികളുടെ പുനർജീവനം നടന്നത്. അതിനെക്കുറിച്ച് അവിടെയുള്ളവർ പറയുന്നത് ആ നദികൾ പുനർജീവിപ്പിച്ച സ്ഥലത്ത് വെള്ളപ്പൊക്കത്തിൻ്റെ ആഘാതം കുറവായിരുന്നു എന്നാണ്. പ്രളയാഘാതം വലിയ തോതിൽ ഏൽക്കേണ്ടി വന്നില്ല. ഇപ്പോൾ ജനകീയാസൂത്രണം ആരംഭിച്ച് 2 പതിറ്റാണ്ടുകൾ പിന്നിടുകയാണ്. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളെ കുറെ കൂടി ശക്തിപ്പെടുത്തുന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് ഫലപ്രദമായി പ്രവർത്തിക്കാനുള്ള അവസരമാണ് ഒരുക്കുന്നത്. ഇതിലൂടെ വികേന്ദ്രീകൃത ആസൂത്രണ പ്രക്രിയയെ മെച്ചപ്പെടുത്തുകയാണ് നാം ചെയ്യുന്നത്. തദ്ദേശഭരണ പൊതു സർവീസ് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. ചിട്ടയായ പ്രവർത്തനങ്ങളിലൂടെ പദ്ധതി വിഹിതം ചെലവഴിക്കാൻ കഴിയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വലിയൊരു മാറ്റം പദ്ധതി വിഹിതം ചെലവഴിക്കുന്നതിലുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഒരു ശീലം നേരത്തെ ഉണ്ടായിരുന്നത് മാർച്ചോടുകൂടിയാണല്ലോ സാമ്പത്തിക വർഷം അവസാനിക്കുന്നത്. മാർച്ച് കഴിഞ്ഞാലാണ് അടുത്ത സാമ്പത്തിക വർഷത്തെ പ്രവർത്തനങ്ങളെപ്പറ്റി ആലോചിക്കുക. അപ്പോൾ ഈ വർഷത്തെ പദ്ധതി നടപ്പാക്കേണ്ട കാര്യം ഏപ്രിലിൽ ആലോചിച്ച് തുടങ്ങുന്നു. അത് ആലോചന മാത്രമല്ല, കുറേ കാര്യങ്ങൾ തീരുമാനമാകേണ്ടതുണ്ട്. പലതരം അനുമതികൾ. ചില കാര്യത്തിൽ ഡിസംബർ ആകും ഈ അനുമതിയൊക്കെ ആകുമ്പോഴേക്കും. പിന്നെ മഹാഭൂരിഭാഗത്തിനും 3 മാസം അവധിയാണ് ഉണ്ടാവുക. ഈ 3 മാസം കൊണ്ട് ആകാവുന്ന രീതിയിലൊക്കെ തട്ടിക്കൂട്ടി ചെലവഴിക്കുന്ന നിലയാണ് വരിക. ഏറ്റവും അവസാനം എത്തുമ്പോൾ കുറേ ഭാഗം ചെലവഴിക്കാതിരിക്കും. ഇതായിരുന്നു പദ്ധതിയുടെ നില. ഇതിന് മാറ്റം വരണമെന്ന് കണക്കാക്കി. അതിൻ്റെ ഭാഗമായി ഏപ്രിലിൽ തന്നെ പദ്ധതി ശരിയായ രീതിയിൽ പ്രവർത്തനം ആരംഭിക്കണം. അപ്പോൾ അതിനു വേണ്ട മുൻകൂർ തയ്യാറെടുപ്പുകൾ എല്ലാ മേഖലയിലും നടത്തുന്ന നില വന്നു. ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നിലയെടുത്താൽ ഈ അടുത്ത വർഷത്തെ വെച്ചാൽ ഏപ്രിൽ തൊട്ട് തുടങ്ങുന്ന വർഷം, ആ വർഷത്തെ പദ്ധതി കഴിഞ്ഞ ഡിസംബറിന് മുൻപ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏപ്രിൽ അങ്ങ് വരികയേ വേണ്ടൂ, പണിയങ്ങ് ആരംഭിക്കുക. ആ നിലയിലേക്ക് തയ്യാറെടുത്തിട്ടുണ്ട്. ഇത് ഈ വർഷം
ഈ തരത്തിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഇത് വന്നപ്പോൾ പദ്ധതി നിർവഹണത്തിൽ സർവകാല റെക്കോർഡാണ് വന്നത്. നല്ല രീതിയിൽ പണം ചെലവിടാൻ കഴിയാണ്. ഓരോ മാസവും ചെലവഴിക്കേണ്ട പണത്തിൻ്റെ കണക്കുണ്ട്. അവസാനം വരുമ്പോൾ 15% മാത്രമേ ബാക്കി വരാൻ പാടുള്ളൂ. ആ 15%-അപ്പുറം അവസാനത്തെ മാർച്ച് മാസത്തിൽ ചെലവഴിക്കാൻ കഴിയില്ല. നല്ല രീതിയിലുള്ള സർവകാല റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടുള്ള പദ്ധതി ചെലവാണ് വകുപ്പുകളും തദ്ദേശഭരണ സ്ഥാപനങ്ങളും എല്ലാം നടത്തുന്നത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പദ്ധതി നിർവഹണത്തിന് നീക്കിവെച്ചിരുന്ന തുകയുടെ 90% വിനിയോഗിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ചരിത്രത്തിൽ ആദ്യമായി 20% തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് 100% പദ്ധതി വീതവും ചെലവഴിക്കാനായി. ഇതിൻ്റെ എല്ലാം ഭാഗമായി സംഭവിച്ചതാണത്. എല്ലാ ജില്ലകൾക്കും ആവശ്യമായ ജില്ലാ പ്ലാനുകൾ നേരത്തെ തന്നെ തയ്യാറാക്കാനും ഗ്രാമപഞ്ചായത്ത് മുതൽ മേലോട്ട് ജില്ലയിലുള്ള എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെയും പദ്ധതികൾ ഏകോപിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. ജില്ലാ പ്ലാനുകൾ കൃത്യസമയത്ത് തയ്യാറാക്കപ്പെട്ടാൽ സർക്കാർ വകുപ്പുകളുടെയും മറ്റും നടത്തപ്പെടുന്ന വലിയ വികസന പ്രവർത്തനങ്ങൾ ഫലപ്രദമായി ആവിഷ്കരിക്കാനും നടപ്പാക്കാനും കഴിയുന്ന സാഹചര്യമുണ്ടാകും. വരുന്ന സാമ്പത്തിക വർഷം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ആസൂത്രണ പ്രക്രിയ പൂർത്തിയാക്കി പദ്ധതി നിർവഹണത്തിനായി 12 മാസവും ലഭ്യമാകുന്ന സാഹചര്യം ഒരുക്കുകയാണ്. ജനജീവിതം മെച്ചപ്പെടുത്താനായി സർക്കാർ നടത്തുന്ന ഇടപെടലുകൾ ഫലം കാണുന്നു എന്ന് ഉറപ്പുവരുത്താൻ പദ്ധതി നിർവഹണത്തിനായി 1 വർഷം മുഴുവൻ ലഭിക്കുന്നു എന്ന സാഹചര്യമാണ് ഉയർന്നു വരുന്നത്. നമ്മുടെ വികസനം സാമൂഹ്യനീതി അധിഷ്ഠിതമായ സർവതലസ്പർശിയും സമഗ്രവുമായ വികസനം എന്നാണ് നാം കണ്ടിട്ടുള്ളത്. ചില സംസ്ഥാനങ്ങളിൽ ഒരു മഹാനഗരം ഉണ്ടാകും. അവിടെയാണ് എല്ലാ വികസനവും. അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയാൽ ഒന്നും ഉണ്ടാവില്ല. നമുക്കറിയാം നമ്മുടെ നാട് അങ്ങനെയല്ല. നമ്മുടെ നാട് എല്ലാ മേഖലയും ഒരുപോലെ വികസിക്കേണ്ട നാടാണ്. അങ്ങനെ വികസിക്കാനുള്ള നയമാണ് നാം സ്വീകരിക്കുന്നത്. അപ്പോൾ എല്ലാ പ്രദേശവും എല്ലാ ജനവിഭാഗവും ഒരേപോലെ വികസനത്തിൻ്റെ ഭാഗമാകുക, ഈ നിലപാടാണ് നാം സ്വീകരിക്കുന്നത്. പ്രളയം നമുക്ക് ഒട്ടേറെ ദുരന്തമാണ് സൃഷ്ടിച്ചത്. വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ആ തകർന്നുപോയ എല്ലാം നമ്മൾ പുനർനിർമ്മിക്കുകയാണ്. പുനർനിർമ്മിക്കുന്നത് അതേ നിലയിലല്ല. ഇനിയൊരു പ്രളയമോ ദുരന്തമോ ഉണ്ടായാൽ തകരാത്ത നിർമ്മിതികൾ, ഇതാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. അതോടൊപ്പം പ്രളയം നമ്മുടെ നാടിൻ്റെ സ്വാഭാവികമായ വികസനത്തിന് ചില തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൂടി നാം കണക്കാക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി നാടിൻ്റെ വികസനം പ്രത്യേകമായി ലക്ഷ്യമിടുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മുടെ നാട് കാലാനുസൃതമായി കൂടുതൽ ഉയരത്തിലേക്ക് പോകണം. ഒരു പുതിയ കേരളം, നവകേരളം സൃഷ്ടിക്കാനാണ് നാം ശ്രമിക്കുന്നത്. ഇവിടെ റീബിൽഡ് കേരള എന്ന നിലക്ക് ഒരു പദ്ധതി നാം തയ്യാറാക്കിയിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി
നടപ്പാക്കപ്പെടുന്ന വികസന പദ്ധതികളുടെ മേൽനോട്ട ചുമതല ഓരോ ജില്ലയിലും ആ ജില്ലയിലെ ആസൂത്രണ സമിതിക്കായിരിക്കും. അപ്പോൾ ജില്ലയ്ക്ക് മൊത്തത്തിൽ ഗുണപ്പെടുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാനുള്ള ചുമതലയും ഈ സമിതിയാണ് നിർവഹിക്കേണ്ടത്. അതിനു പുറമെ കേന്ദ്ര പദ്ധതിയുണ്ട്, സംസ്ഥാന പദ്ധതിയുണ്ട്. ഈ പദ്ധതികൾ സംയോജിപ്പിക്കേണ്ട ചുമതലയും തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ ആസൂത്രണ പ്രക്രിയയിൽ മുഖ്യ പങ്കുവഹിക്കേണ്ട ചുമതലയും ഈ ആസൂത്രണ സമിതിക്കാണുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവമായും കാര്യക്ഷമമായും പ്രവർത്തിക്കേണ്ട ഒരു സമിതിയാണിത്. തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികളും ജീവനക്കാരും മറ്റ് വകുപ്പ് ഉദ്യോഗസ്ഥരും ജില്ലാ ആസൂത്രണ സമിതിയും എല്ലാം കൂട്ടായ പ്രവർത്തനം നടത്തണം. ലോകമാകെ അംഗീകരിച്ച കേരളത്തിൻ്റെ അധികാര വികേന്ദ്രീകരണ മാതൃക, അതിലൂന്നിയ വികസന മാതൃക, അതിനെ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ ഇത്തരം കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെയാണ് കഴിയുക. അതിനെല്ലാവരും ഒന്നിച്ച് ഒരുമയോടെ ഐക്യത്തോടെ ശ്രമിക്കണം എന്നഭ്യർത്ഥിച്ചുകൊണ്ട് ഈ മന്ദിരം സന്തോഷപൂർവ്വം നാടിന് സമർപ്പിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹം. തീർച്ചയായും നവകേരളത്തിൻ്റെ ഒരുമ, ഭേദചിന്തയില്ലാതെ ഒരുമയോടെ നീങ്ങുന്നതാണ് നവകേരളത്തിൻ്റെ വിജയത്തിന് ആധാരം. ഒപ്പം സ്കൂൾ തലത്തിൽ തന്നെ സർക്കാർ സ്കൂളുകളിലേക്ക് 3,41,000 കുട്ടികളുടെ വർധനവാണ് ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഇതിനുശേഷം ഉണ്ടായത് എന്നും പിണറായി വിജയൻ പറഞ്ഞു. മലപ്പുറത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.